നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ജലത്തിൽ ജീവിക്കുന്ന ഒരു സസ്തനിയായ ഡോൾഫിനെയാണ്. തിമിംഗലത്തിന്റെ ബന്ധുവായ ഇവർ ബുദ്ധിശാലികളും സമൂഹജീവികളുമാണ്. മനുഷ്യരോട് നന്നായി ഇണങ്ങുന്ന ഇവയെ പരിശീലിപ്പിച്ച് വിനോദത്തിനും സമുദ്ര പര്യവേഷണത്തിനും നാവികസേനയിലും ഉപയോഗിച്ചു പോരുന്നു. ഡോൾഫിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഇക്കോലൊക്കേഷനിലുള്ള അതിന്റെ കഴിവ്. മാംസഭുക്കളായ ഇവ ചെറുമത്സ്യങ്ങളെയും കണവയെയും പ്രധാനമായി ഭക്ഷിക്കുന്നു. സാധാരണ ഡോൾഫിനുകൾക്ക് 1.2 മുതൽ 2.4 മീറ്റർ നീളവും 23 മുതൽ 225 കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടായിരിക്കും. സാധാരണ ഡോൾഫിനുകളുടെ ശരീരത്തിന്റെ ഉപരിഭാഗത്ത് കറുപ്പോ തവിട്ടോ നിറമായിരിക്കും. എന്നാൽ ഇവയുടെ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലായി ഇളം ചാരനിറത്തിലുള്ള വരകളും കാണപ്പെടുന്നു. പകൽ സമയങ്ങളിൽ വളരെ ചുറുചുറുക്കോടെ കാണപ്പെടുന്ന ഡോൾഫിനുകൾ വിശ്രമിക്കുന്നത് രാത്രികാലങ്ങളിലാണ്. ശ്വാസോച്ഛ്വാസത്തിനായി ഇടയ്ക്കിടയ്ക്ക് ജലോപരിതലത്തിൽ എത്തേണ്ടതിനാൽ ഇവയ്ക്ക് വിശ്രമ സമയം വളരെ കുറവായിരിക്കും. പെൺ ഡോൾഫിനുകൾ സാധാരണ ഉറങ്ങുമെങ്കിലും ആൺ ഡോൾഫിനുകൾ അപൂർവമായി മാത്രമേ ഉറങ്ങാറുള്ളൂ. ഒരു കണ്ണ് മാത്രം അടച്ചാണ് ഡോൾഫിനുകൾ ഉറങ്ങുന്നത്. ഡോൾഫിനുകളുടെ ശരീരചർമ്മത്തിനടിയിലുള്ള കൊഴുപ്പുപാളി ശരീരോഷ്മാവ് ക്രമീകരിക്കുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ഡോൾഫിനുകൾക്ക് ഹ്രസ്വദൃഷ്ടിയാണുള്ളത്. 15 മീറ്റർ വരെ ദൂരത്തിലുള്ളതെന്തും ഡോൾഫിനുകൾക്ക് കാണാനാകും. ജീവശാസ്ത്രത്തെ അതിശയിപ്പിക്കുന്നതാണ് ഡോൾഫിനുകളുടെ അതിജീവനക്ഷമത. ഇവയ്ക്ക് 25 മുതൽ 32 കിലോമീറ്റർ വരെ വേഗതയിൽ നീന്താൻ കഴിയും. വാലിന്റെ അതിവേഗത്തിലുള്ള ചലന സഹായത്താലാണ് ഇത്രയും വേഗത്തിൽ നീന്താൻ ഇവയ്ക്ക് കഴിയുന്നത്. ഇനി ഇവയുടെ പ്രത്യുൽപാദനത്തെക്കുറിച്ച് പറയാം. മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് ഡോൾഫിനുകളുടെ പ്രജനനകാലം. ഗർഭകാലം 10 മുതൽ 12 മാസക്കാലമാണ്. പ്രസവ സമയം അടുക്കുമ്പോൾ പെൺ ഡോൾഫിൻ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശബ്ദം അക്കൂട്ടത്തിൽപ്പെടുന്ന പെൺ ഡോൾഫിനുകളെയെല്ലാം അങ്ങോട്ട് ആകർഷിക്കുന്നു. പ്രസവിച്ചയുടനെ തന്നെ കുഞ്ഞിനെ ജലോപരിതലത്തിലേക്ക് ശ്വസിക്കാൻ മാതാവ് സഹായിക്കുന്നു. മാതൃ ഡോൾഫിനുകൾ വേഗത കുറച്ചു നീന്തിയും ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് സഞ്ചരിച്ചും സ്തനമാംസപേശികളുടെ മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് പാൽ ചീറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡോൾഫിനുകൾ 20 മുതൽ 25 വയസ്സുവരെ ആയുസ്സുള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.